നിയമാനുസൃത ധനകാര്യ സ്ഥാപനങ്ങളെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്താൻ നീക്കമെന്ന് ആരോപണം. ഭീഷണിപ്പെടുത്തി സാമ്പത്തിക നേട്ടം കൈവരിക്കാൻ ആസൂത്രിത നീക്കമെന്നും പരാതി. ചങ്ങാതിക്കുട്ടം ഫേസ്ബുക്ക് പോസ്റ്റിനെതിരെ തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ സോഷ്യൽ മീഡിയ വഴി അപകീർത്തിപ്പെടുത്താനും ഭീഷണിപ്പെടുത്തി സാമ്പത്തിക നേട്ടം കൈവരിക്കാനും നീക്കം നടക്കുന്നുവെന്ന് ആരോപണം. പറപ്പൂക്കര വില്ലേജിലെ പോങ്കോത്ര കോപ്പുള്ളി വീട്ടിലെ KU നിത്യാനന്ദാണ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ മുമ്പാകെ ഇത് സംബന്ധിച്ച് പരാതി നൽകിയിരിക്കുന്നത്. ചങ്ങാതിക്കൂട്ടം എന്ന ഫേസ്ബുക്ക് പേജിനെതിരെയാണ് പരാതി. പരാതിയിൽ നിത്യാനന്ദ് ചൂണ്ടിക്കാണിക്കുന്ന പ്രധാന ആരോപണങ്ങൾ ഈ വിധത്തിലാണ്. സാധാരണക്കാരുടെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാനായി നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി നിധി കമ്പനികളാണ് തൃശൂരിലുള്ളത്. വളരെയധികം ജനസമ്മതിയോടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കമ്പനികളെ തകർക്കുക എന്ന ദുരുദ്ദേശത്തോടെ ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ഫേസ്ബുക്ക് വഴി നിധി കമ്പനികൾക്കെതിരെ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണ്. അതും വ്യക്തമായ ഒരു തെളിവുകളും കാണിക്കാതെ തന്നെ. 15/5/25 വന്ന വാർത്ത ഈ വിധത്തിലാണ്: തൃശൂർ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന 10ലധികം NBFC നിധി കമ്പനികൾ കോടികളുമായി ഇന്ത്യ വിടാൻ ഒരുങ്ങുന്നു, നിക്ഷേപകർ ജാഗ്രത എന്ന മട്ടിലായിരുന്നു പോസ്റ്റ്. എന്നാൽ അതിൽ സ്ഥാപനങ്ങളുടെ പേരോ മറ്റ് വിശദ വിവരങ്ങളോ പ്രതിപാദിച്ചിരുന്നില്ല. ഈ വിധത്തിൽ അവ്യക്തമായ വാർത്ത പ്രചരിപ്പിച്ചതിനാൽ തൃശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന എല്ലാ നിധി കമ്പനികളുടെയും ഓഹരി ഉടമകൾക്കിടയിൽ അനാവശ്യ ആശങ്കയാണ് ഉണ്ടായിരിക്കുന്നത്. ഇതുവഴി തൃശൂർ ആസ്ഥാനമായി നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി കമ്പനികളുടെ പ്രവർത്തനങ്ങൾ പോലും മുൾമുനയിലായിരിക്കുകയാണെന്നും പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ KU നിത്യാനന്ദ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതിനു പുറമെ അത്യന്തം ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി പരാതിക്കാരൻ ചങ്ങാതിക്കൂട്ടത്തിനെതിരെ ഉയർത്തിയിട്ടുണ്ട്. വാർത്തയുടെ മറുപിടിച്ച് നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളുടെ പേര് കൂട്ടിച്ചേർത്ത് വിവാദം സൃഷ്ടിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നുവെന്നും ആ വിധത്തിൽ വൻ തുകകൾ തട്ടിയെടുക്കാനുള്ള ഗൂഢതന്ത്രമാണിതെന്നുമാണ് പരാതിക്കാരൻ ഉന്നയിച്ചിരിക്കുന്നത്. ഈ വിധത്തിൽ നല്ല നിലയിൽ പ്രവർത്തിക്കുന്ന കമ്പനികളെ തകർക്കാനും ഭീഷണിപ്പെടുത്തി സംഖ്യ തട്ടിയെടുക്കാനും നടത്തുന്ന നിഗൂഢ ശ്രമത്തിന്റെ ഭാഗമാണിതെന്ന ആക്ഷേപമാണ് പരാതിക്കാരനായ KU നിത്യാനന്ദ് ഉയർത്തിയിട്ടുള്ളത്. ഞാൻ ഈ ഫേസ്ബുക്കില് ചങ്ങാതിക്കൂട്ടം എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പുണ്ട്. ആ ഗ്രൂപ്പിലാണ് കഴിഞ്ഞ ദിവസങ്ങളില് നിധി കമ്പനികൾക്കെതിരെ തൃശ്ശൂർ ജില്ലയിലെ ഏകദേശം 10ഓളം നിധി കമ്പനി ഉടമസ്ഥർ ജനങ്ങളെ വഞ്ചിച്ച് കോടികളുമായിട്ട് മുങ്ങാൻ പോവാന്ന് പറഞ്ഞൊരു വാർത്ത കണ്ടു. അത് എന്നെ സംബന്ധിച്ച് ഞാനും ഈ നിധി സംരംഭത്തിലൊക്കെ നിക്ഷേപിച്ചിട്ടുള്ള ആളാണ്. പിന്നെ എന്റെ സുഹൃത്തുക്കളുണ്ട്, എന്റെ സുഹൃത്തുക്കൾക്ക് ഈ സംരംഭങ്ങളുണ്ട്. അപ്പൊ ഞാനൊരു പൊതുപ്രവർത്തകനും കൂടിയാണ്. സാധാരണക്കാർക്ക് വേണ്ടി, വീട്ടമ്മമാർക്ക് വേണ്ടി, അതുപോലെ തന്നെ ഗ്രൂപ്പുകൾക്ക്, കുടുംബശ്രീ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി ഗ്രൂപ്പ് അടിസ്ഥാനത്തിലും പൈസ നൽകുന്ന ഈ നിധി കമ്പനികളെ കുറിച്ചുള്ള ഈ വാർത്ത അത് തികച്ചും അടിസ്ഥാനരഹിതമാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ മുങ്ങാവുന്ന കമ്പനികൾ ഉണ്ടെങ്കിൽ അവർ അതിന്റെ പേര് പറയാൻ അവർ ബാധ്യസ്ഥരാണ്. നല്ല രീതിയിൽ നടത്തുന്ന സ്ഥാപനങ്ങളെ കരിവാരിത്തേക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി അതിൽ നിന്നും ഇവർക്ക് എന്ത് സാമ്പത്തിക നേട്ടമാണ് ലഭിക്കുന്നതെന്ന് നമുക്കറിയില്ല. ഒരു ഭീഷണിപ്പെടുത്തി ഇങ്ങനെ ഒരു വാർത്ത ഉണ്ടാക്കി ഇതിന്റെ ഉടമസ്ഥരിൽ നിന്നും പണം കൈപ്പറ്റാൻ വേണ്ടിയുള്ള ഒരു സംരംഭമാണോ എന്നുള്ള സംശയമുള്ളത് കൊണ്ടാണ് ഞാനിത് ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഞാൻ കമ്മീഷണർക്ക് പരാതി കൊടുത്തിട്ടുള്ളത്. പൊതുസമൂഹത്തിന് തീർച്ചയായും സാധാരണക്കാർക്ക് ഈ മറ്റുള്ള ബാങ്കുകളിൽ നിന്നും ഒരു ലോൺ കിട്ടാനോ പണം കിട്ടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ട് തികച്ചും ഈ നിധി കമ്പനി പോലുള്ള സ്ഥാപനങ്ങൾ സാധാരണക്കാർക്ക് വലിയ ഈടുകളൊന്നും ഇല്ലാതെ ഗ്രൂപ്പുകളായിട്ട് പൈസ കൊടുത്ത് സഹായിക്കുന്ന സ്ഥാപനങ്ങളാണ്. ആ സ്ഥാപനങ്ങൾക്കെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അത് സമൂഹത്തിനെ ബാധിക്കുന്ന ഒരു വിഷയമാണ്. ഈ വിധത്തിൽ അസംബന്ധ വാർത്തകൾ പ്രചരിപ്പിച്ച് അതുവഴി ബ്ലാക്ക്മെയിൽ നടത്താനുള്ള നീക്കമാണ് ഇവർ നടത്തുന്നതെന്നും ഈ വിധം സാമൂഹ്യ വിപത്തിനെതിരെ കർശന നടപടികൾ കൈക്കൊള്ളണമെന്നും പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ നിത്യാനന്ദ് ചൂണ്ടിക്കാണിക്കുന്നു. വ്യക്തമായ തെളിവുകൾ ഇല്ലാത്ത വാർത്തയാണെങ്കിലും ചങ്ങാതിക്കൂട്ടത്തിന്റെ FB പേജിൽ വലിയ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടക്കുന്നത്. നിയമാനുസൃതമായി പ്രവർത്തിക്കുന്നതും KYC അടക്കം രേഖപ്പെടുത്തിയ അംഗങ്ങൾ വഴി മാത്രം സാമ്പത്തിക ഇടപാടുകൾ നടത്തുന്ന നിധി കമ്പനികളെക്കുറിച്ച് അസത്യപ്രചരണം നടത്തുന്നതിലെ ഗൂഢാലോചനകളും ഭീഷണികളും പുറത്തുകൊണ്ടുവരണമെന്ന വിധത്തിലുള്ള പ്രതികരണങ്ങളാണ് കമന്റുകളിൽ ഏറെയും നിറഞ്ഞു നിൽക്കുന്നത്. ചങ്ങാതിക്കൂട്ടം പേജിന് വിശ്വാസ്യത ലഭിക്കാനായി പോലീസുകാരെ പുകഴ്ത്തിക്കൊണ്ടുള്ള വാർത്തകൾ ഇടയ്ക്കിടെ ഇവർ നൽകുന്നുണ്ട്.
പോലീസ് കേന്ദ്രങ്ങളുമായി തങ്ങൾക്ക് അടുത്ത ബന്ധമാണെന്ന് സ്ഥാപിക്കാനുള്ള തന്ത്രത്തിന്റെ ഭാഗമാണ് ഈ വിധം നീക്കങ്ങൾ എന്ന വിധത്തിലുള്ള ആരോപണങ്ങളും ശക്തമായി ഉയർന്നിട്ടുണ്ട്. തൃശൂരിലെ ചില സാമ്പത്തിക സ്ഥാപനങ്ങളിൽ ഒറ്റപ്പെട്ട ക്രമക്കേടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ്. എന്നാൽ അതിന്റെ മറവിൽ ഇവിടുത്തെ എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും മോശക്കാരാണെന്ന് ചിത്രീകരിക്കാനുള്ള പ്രവണതയെ ഒരുവിധത്തിലും അംഗീകരിക്കാനാവില്ല. സർക്കാരിന്റെ നിബന്ധനകൾ എല്ലാം പാലിച്ചുകൊണ്ട് നിയമാനുസൃതം പ്രവർത്തിക്കുന്ന ധനകാര്യ സ്ഥാപനങ്ങളെ തകർക്കാനും ഭീഷണിപ്പെടുത്തി സാമ്പത്തിക നേട്ടം കൊയ്യാനുമുള്ള നീക്കങ്ങൾ സമീപകാലത്തായി പലയിടങ്ങളിലും അരങ്ങേറുന്നുവെന്ന വാർത്തകൾ പലതവണ പുറത്തു വന്നതാണ്. തൃശൂരിലെ നിധി കമ്പനികൾക്കെതിരെ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വാർത്തകളും ആ വിധത്തിൽ ഉള്ളതാണെന്ന ഗുരുതര ആരോപണങ്ങൾ പരാതിക്കാരനായ നിത്യാനന്ദ് പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. ഇതു സംബന്ധിച്ച് വ്യക്തമായ അന്വേഷണം നടത്തി ഓഹരി ഉടമകളുടെ ആശങ്കകൾ അകറ്റാനും നിയമാനുസൃത ധനകാര്യ സ്ഥാപനങ്ങളുടെ വിശ്വാസ്യത പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്താനും പഴുതടച്ചുള്ള അന്വേഷണം പോലീസ് അധികൃതരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ശക്തമായി ഉയർന്നിരിക്കുന്നത്.